മുറിക്കപ്പെട്ട് ശരീരം ചിത്രഭംഗം ചെയ്യപ്പെട്ട് കരൾ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി പറിച്ചു കൊടുത്ത മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ദ്വാരക്കാണ് പഠിച്ചോനെ ഒരു നല്ല എതിരാളിയെ എന്റെ മുമ്പിലേക്ക് നീ കൊണ്ടുവരണേ റബ്ബേ. ആ എതിരാളിയുമായി ഒരു ഘനഗംഭീരമായ പോരാട്ടം എനിക്ക് നടത്തണം. അങ്ങനെ അവസാനം ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ആ എതിരാളിയുടെ നിന്റെ ശത്രുവിന്റെ വെട്ടേറ്റ് ഞാൻ വീഴണം. ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ പൊരുതി വീഴണം. അങ്ങനെ വീണ് കിടക്കുന്ന എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ശത്രു വന്നിട്ട് എന്റെ കൈകാലുകൾ മുറിക്കണം, എന്റെ കണ്ണ് ചോടുന്നെടുക്കണം, എന്റെ മൂക്ക് മുറിച്ചെടുക്കണം, ചെവി അരിഞ്ഞെടുക്കണം, എന്റെ കാതുകൾ മുറിച്ചെടുക്കണം, എന്റെ പല്ലുകൾ അടിച്ചു ഒഴിക്കണം, എന്റെ ശരീരം മുഴുവൻ അയാൾ വികൃതമാക്കണം. അതാണ് എന്റെ ആഗ്രഹം. ആലോചിക്കണം, നമ്മള് ഒരു മനുഷ്യൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിനോട് ദുആർക്കുകയാണ്. ആ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിനോട് തേടുന്ന നേട്ടമാണിത്. ആ ശത്രുവിന്റെ വെട്ടും കുത്തുമേറ്റ് എന്റെ ശരീരത്തിലെ കൈകാലുകളും ശരീരത്തിലെ അവയവങ്ങളും മുറിഞ്ഞ് എന്നെ വികൃതമാക്കണം അയാൾ. അങ്ങനെ ഞാൻ നിന്റെ മുമ്പിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ കൈകാലുകൾ മുറിക്കപ്പെട്ടവനായി, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടവനായി, ചെവി മുറിച്ചെടുക്കപ്പെട്ടവനായി, ചുണ്ടുകൾ കത്തിരിച്ചെടുക്കപ്പെട്ടവനായി ഞാൻ നിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്ന അവസ്ഥയിൽ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എന്നോട് ചോദിക്കണം, മനുഷ്യ നിനക്ക് ഞാൻ കൈകാലുകൾ തന്നിരുന്നില്ലേ? ശരീരത്തിലെ അവയവങ്ങളൊക്കെ നിനക്ക് ഞാൻ തന്നിരുന്നില്ലേ? അതെല്ലാം എവിടെ പോയി എന്ന് നീ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയണം, അല്ലാഹ് നീ തന്ന എന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി തന്നു റബ്ബേ. നീ തന്ന ശരീരത്തിലെ അവയവങ്ങൾ, ഈ ശരീരത്തിലെ അവസാനത്തെ തുള്ളിച്ചോരയും നിന്റെ ഹബീബിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു അല്ലാഹ് എന്നൊരു മറുപടി പറയാൻ നീ എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ ദ്വാരക്കണെങ്കിൽ ആ മനസ്സിന്റെ ഉള്ളിൽ മുത്തനബി തങ്ങളോടുള്ള സമർപ്പണത്തിന്റെ ആഴത്രയായിരിക്കും. എനിക്കിനി ഒന്നും വേണ്ട, മുത്തനബി തങ്ങൾക്ക് വേണ്ടി എന്റെ ചോര കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, എന്റെ പ്രാണൻ മുത്തനബി തങ്ങൾക്ക് കൊടുത്താൽ മാത്രം മതി. ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നല്ലേ അതിനർത്ഥം? അദ്ദേഹത്തിന് കുട്ടികളില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് കുടുംബമില്ലാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ആ മഹാനായ സ്വഹാബിയാണ് പിന്നീട് ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട സ്വഹാബിമാര് അവിടെ കിടക്കുന്ന സ്വഹാബിമാരുടെ ഷഹീദായി കിടക്കുന്നവരുടെ ജനാസകൾ ഖബറടക്കാൻ നോക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു അവിടെ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ശരീരത്തിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടിരിക്കുന്നു, വല്ലാതെ വികൃതമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കുമെല്ലാം മുറിച്ചെടുത്തിട്ട് ഒരു മാലയായി കോർത്തിണക്കിയിട്ട് അടുത്ത ഒരു മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടതായി കാണുകയാണ്. രാജാതിരാജനായ റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് അവസാനം സ്വർഗം വാങ്ങിയ മഹാനായ മനുഷ്യൻ. അവർക്കല്ലേ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി കരള് പറിച്ചു കൊടുത്തവര്. നമ്മളിങ്ങനെ വെറുതെ 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 ഈ പറയുന്ന വാക്കുകൾ പോലും, ഈ പാടുന്ന വരികൾ പോലും കളവായി തീരുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മഹബ്ബത്തിന്റെ ഒരു തരി പോലും കൽബിലില്ലാത്ത ഈ മുനാഫിഖീങ്ങളോട്, ഈ കപടന്മാരോട് അങ്ങ് പൊറുക്കണേ യാ റസൂലല്ലാഹ്. അന്ന് മുഖത്തിന്റെ രണാങ്കണത്തിൽ 90-ലേറെ മുറിവേറ്റ് വാങ്ങി കൈകാലുകൾ മുറിക്കപ്പെട്ടവരായി 90-ലേറെ വെട്ടും കുത്തുകളും ശരീരത്തിലെ ഏറ്റുവാങ്ങിയിട്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് താൻ മദീനത്ത് യതീമാക്കിയ തന്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെയല്ല, താൻ മദീനത്ത് അനാഥയാക്കിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയല്ല, എന്റെ ഹബീബിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ. എന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടാലും എന്റെ മുത്തുനബി തങ്ങൾ എന്നെ ഏൽപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ പതാക നിലത്ത് വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വിശുദ്ധമായ ദീനിന് വേണ്ടി പടവരുതി മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനത്ത് നിന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. മദീനയുടെ അതിർത്തി കടക്കാനൊരുങ്ങുമ്പോൾ മദീനത്തേക്ക് പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കുകയാണ്. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആൾക്കാർ ചോദിച്ചു, അബ്ദുള്ള നിനക്ക് എന്ത് പറ്റി? ഈ മദീനത്ത് നിങ്ങൾ വരുന്ന വഴിയിൽ വല്ലതും വീണുപോയോ, വല്ലതും നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ വല്ലാതെ കൂടെ കൂടെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മുത്തുനബി തങ്ങളെയാണല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഹബീബിനെ തിരിഞ്ഞു നോക്കുന്നത്. ഇനി ഈ മദീന കാണാൻ എനിക്ക് കഴിയൂലല്ലോ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ
ഇനി എനിക്ക് കഴിയില്ലല്ലോ. ഇതോർത്തുകൊണ്ട് കണ്ണുനീരോടെ മദീന വിട്ടുപോയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പിന്നീട് മദീനത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. വഴിക്കണ്ണുമായി പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അരികിലേക്ക് ഒരിക്കലും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നവർ തിരിച്ചു വന്നില്ല. പ്രിയപ്പെട്ട ബാപ്പ വരുമെന്ന പ്രതീക്ഷയാൽ സന്തോഷത്തോടെ കാത്തിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ അരികിലേക്ക് ആ ബാപ്പ തിരിച്ചു വന്നില്ല. തൂങ്ങിയാടുന്ന കഴുമരത്തിന്റെ അരികിലേക്ക് പതറാത്ത കാലുകൾ മുന്നോട്ട് വെച്ച് കടന്നുപോയ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, ഹബീബായ തങ്ങൾക്ക് വേണ്ടി കരൾ പറിച്ചു കൊടുത്തവര്. സമർപ്പിച്ചതങ്ങിൽ ഹുബൈബിൻ ശരീരം സുവർഗം പണിഞ്ഞ സ്വബറിൻ മിനാരം സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം സഹിച്ചേതു നോവും പകലന്തിനേരം ഓ ശഹരെ മുഹബ്ബത്ത് ജഹാൻ മുസ്തഫ वही घर बनाने को दिल चाहता है. അന്ന് മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ കിടത്തിയിട്ട് മരുഭൂമിയിൽ കിടത്തിയിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കിയപ്പോ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടിട്ട് ക്രൂരമാനസനായ കരിങ്കല്ലിന്റെ കൽബുണ്ടായിരുന്ന അബൂജഹൽ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടില്ലേ? ഈ സുമയ്യക്ക് എന്ത് പറ്റി ഇത്രമേൽ വേദനകൾ പ്രഹരങ്ങൾ ഏൽപ്പിച്ചിട്ടും എന്തേ അവൾ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ കണ്ണിലെപ്പോഴും നിറഞ്ഞു നിന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. തനിക്ക് സ്വർഗത്തിൽ തന്നെ കാത്തിരിക്കുന്ന ആ മഹനീയമായ അത്ഭുതകരമായ രമ്യഹർമ്മങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യമാണ് ആ പുഞ്ചിരിയായി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചു നിന്നത്. പ്രിയപ്പെട്ടവരെ, ആ പുഞ്ചിരിയോടുകൂടി നമുക്കും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകണ്ടേ? ചാരിതാർത്ഥ്യത്തോടെ സംതൃപ്തിയോടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഖൽബുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോവാൻ നമുക്കും ഒരു അവസരം വേണ്ടേ? പടച്ചവനെ, ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ ആ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന വഴിയാക്കണേ അല്ലാഹ്. റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? നിലടയുന്ന നേരം മുത്തം തരാമോ നിലാവേ? റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മുത്തം നിലടയുന്ന നേരം മുത്തം തരാമോ നിലാവേ? എത്രയെത്ര സ്വാലിഹീങ്ങളാണ്, എത്രയെത്ര നല്ല മനുഷ്യന്മാരാണ് നമ്മുടെ മുൻകഴിഞ്ഞു പോയ തലമുറകളിൽ, നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മമാരിൽ വല്യപ്പമാരിൽ എത്രയെത്ര മനുഷ്യന്മാരാണ് അത് സത്യമാണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയത്. ഞാൻ തന്നെ എത്രയോ ആളുകളുടെ വല്യമ്മമാരവരുടെ വല്യപ്പമാരൊക്കെ മരിച്ച നേരത്തുള്ള രംഗം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ റൂമിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട പേരക്കുട്ടികളും മക്കളും ഒക്കെ തട്ടമിടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പോയിട്ട് പറയും, നിങ്ങളൊന്ന് തട്ടിട്ടിട്ട് വരി. ഈ സദസ്സിൽ ഇതാ എത്രയോ വെളുത്ത വസ്ത്രം ധരിച്ച ആളുകൾ ഇങ്ങനെ കടന്നു വന്ന് കാത്തിരിക്കുകയാ. അതാ കൊച്ചു കൊച്ചു പെൺകുട്ടികൾ സുന്ദരമായ വസ്ത്രം ധരിച്ചിട്ട് പുഞ്ചിരിയോടുകൂടി എന്റെ അരികിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയ വല്യമ്മമാരുടെ ചരിത്രങ്ങൾ എത്രയാണ്. അല്ലാഹുവേ, ഈ പാപികൾക്കും അങ്ങനെ ഒരു മരണം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ സകല ഹറാമുകളുടെയും മാറാപ്പുകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ, അവസാനത്തെ തെറ്റിൽ നിന്നും തൗബ സ്വീകരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
മുഅ്മിനീങ്ങളെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 മിനിറ്റ് നേരം നിങ്ങളുടെ സമയം ഞാൻ എടുക്കുകയാണ്. ഈ 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരണം. മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ സല്ലല്ലാഹു. ഈ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും തുടങ്ങി വെച്ച തൗഹീദിന്റെ സന്ദേശത്തിന്റെ സമ്പൂർത്തീകരണമായി കാലം കാത്തിരുന്ന യുഗപുരുഷനായി കാലം കടഞ്ഞെടുത്ത മുത്തായി ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച കാരുണ്യമായി കടന്നു വന്ന തിരുദൂതരെ നീട്ടി വന്നു റസൂലുള്ളാഹ്. ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീലുള്ളാഹ്. ഇരുളിൽ തിരി നീട്ടി വന്നു റസൂലുള്ളാഹ്. ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീലുള്ളാഹ്. കാലം കടഞ്ഞൊരു മുത്തല്ലോ കാരുണ്യത്തിൻ തിരുസല്ലോ. കാലം കടഞ്ഞൊരു മുത്തല്ലോ കാരുണ്യത്തിൻ തിരുസല്ലോ. ഹാശിമിലായുദിത്ത നൂറുല്ലാഹ് അംബിയ രാജരിൽ സല്ലല്ലാഹു. 20-ാം നൂറ്റാണ്ട് കണ്ട മുസ്ലിം ലോകത്തെ ദാർശനിക കവിയായിരുന്ന മഹാനായ ഡോക്ടർ സർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹം പ്രവാചക പ്രകീർത്തന ലോകത്തെ രാജാളി പക്ഷിയാണെന്ന് അറിയാത്തവർ നമുക്കിടയിൽ ആരുമില്ലല്ലോ. എത്ര സുന്ദരമായ കവിതകളിലൂടെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ അമൃത കുംഭം ലോകത്തെ കോടിക്കണക്കിന് വരുന്ന ആശയങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അദ്ദേഹം കവിഴ്ത്തി കൊടുത്തത്. ആ മഹാനായ പണ്ഡിതൻ ദാർശനികൻ, അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയൊരു ഹോബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലേക്ക് ഒരുപാട് പുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ എപ്പോഴും വാങ്ങിക്കൂട്ടി തന്റെ ലൈബ്രറി ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ജോലിക്കാരനെ ശമ്പളം കൊടുത്ത് നിർത്തുക പോലും ചെയ്തു. ആ ശമ്പളക്കാരന്റെ ജോലിക്കാരന്റെ പണി എന്താണ്? വിവിധ പ്രസാധകശാലകളിൽ ചെല്ലണം, വിവിധ ലൈബ്രറികളിൽ ചെന്നിട്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ ശേഖരിച്ച് തന്റെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന് അത് അടുക്കി വെക്കുക, ആ ലൈബ്രറിയെ കൂടുതൽ വികസിപ്പിക്കുക എന്നതാണ്. പക്ഷെ അതിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഏത് സമയത്ത് ഞാൻ വന്നു നോക്കിയാലും ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിലുണ്ടാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മദഹ് പറയുന്ന അവിടുത്തെ ചരിത്രം പറയുന്ന ആ മഹനീയമായ നന്മകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളുമായിരിക്കണം ഏത് സമയത്തും എന്റെ ലൈബ്രറിയിൽ കൂടുതൽ ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ലൈബ്രറിയിൽ നിന്ന് സന്ദർശിക്കും, പുസ്തകങ്ങളുടെ കണക്കെടുക്കും. അതില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ എണ്ണത്തിൽ കുറവാണെന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ അത്തരം പുസ്തകങ്ങൾ അദ്ദേഹം ശേഖരിച്ച് തേടിപ്പിടിച്ച് മുത്തനബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എണ്ണത്തിൽ എപ്പോഴും കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഈ പുസ്തകങ്ങളെല്ലാം നീ ദാനം ചെയ്യണം. ഇത് വിദ്യാർത്ഥികൾക്ക്, വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, വിജ്ഞാന കുതുകികൾക്ക് ഈ പുസ്തകങ്ങളെല്ലാം ദാനം ചെയ്യണം. എല്ലാ പുസ്തകങ്ങളും ദാനം ചെയ്ത് അള്ളാഹുവിന്റെ മഹത്തായ കലാം പരിശുദ്ധ ഖുർആൻ മാത്രം ഈ ലൈബ്രറിയിൽ ബാക്കി വെക്കണം, മറ്റുള്ള പുസ്തകങ്ങളെല്ലാം ദാനം ചെയ്യണം. അങ്ങനെ മകൻ ചോദിച്ചു, പാപ്പാ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിലുണ്ടാവേണ്ടത് മുത്തനബി തങ്ങളുടെ പുസ്തകങ്ങളാണെന്ന്, ഹബീബിന്റെ ഗ്രന്ഥങ്ങളാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പുസ്തകങ്ങളും ദാനം ചെയ്ത് ഖുർആൻ അവിടെ നിലനിർത്തിയാൽ എങ്ങനെയാണ് ഉപ്പ ഇവിടെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ ഇവിടെ കൂടുതൽ ഉണ്ടാവുക? അത് അങ്ങയുടെ ആഗ്രഹത്തിന് എതിരല്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ ദാർശനികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മകനോട് പറഞ്ഞു, മോനെ പരിശുദ്ധ ഖുർആനിനെ പോലെ മുത്തനബിതങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു ഗ്രന്ഥവും ഇവിടെ ഇല്ല. വിശുദ്ധ ഖുർആൻ മുഴുവനും തിരു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനങ്ങൾ തന്നെയാണ്.
ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളുടെ കടലാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മുത്തുമണികൾ ആ കടലാഴങ്ങളുടെ അടിത്തട്ടിൽ കിടന്ന് തിളങ്ങുന്നത് കാണാൻ മോനെ നിനക്ക് സാധിക്കും. പൊന്നുമോനെ, മകന് ഈ ഒരു ഉത്തരത്തിലെ വിശ്വാസം വന്നില്ല. ചോദിച്ചു, വാപ്പ നിങ്ങൾ എന്തായി പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ മുഴുവനും മുത്തുനബി തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നോ? മഹാനായ ആധ്യാത്മിക ലോകത്തെ മുടിചൂടാ മന്നനായിരുന്ന മഹാനായ സയ്യിദുനാ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ മുഴുവനും മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള വർത്തമാനമാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ മുഴുവൻ ആയത്തുകളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു സൂചന ഉണ്ടാകുന്നതാണ്. ഇതേ വർത്തമാനമാണ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹിമഹുല്ലാഹ് തന്റെ മകനോട് പറയുന്നത്. മകൻ ചോദിച്ചു, പാപ്പാ എങ്കിൽ ഞാൻ ഒരു സംശയം അങ്ങയോട് ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രാരംഭമാണല്ലോ, പരിശുദ്ധ ഖുർആന്റെ സകല ആശയങ്ങളെയും അല്ലാഹു ഒരുമിപ്പിച്ച വിശുദ്ധ ഖുർആനിന് ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ആ കീവേഡ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹനീയമായ ആയത്തല്ലേ. ആ ആയത്തിൽ എവിടെയാ മുത്തുനബി തങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആ ആയത്തിൽ എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പരാമർശമുള്ളത്? മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹിമഹുല്ലാഹ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മോനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നല്ലേ? എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? റഹ്മത്ത് നൽകിയവനാണ്. ഏറ്റവും വലിയ റഹ്മത്താരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അർ-റഹ്മത്തുൽ കുബ്റാ, ഏറ്റവും വലിയ കാരുണ്യം മുത്തുനബി തങ്ങളല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഏറ്റവും വലിയ കാരുണ്യമായി മുത്തുനബി തങ്ങളെ തന്ന ആ കാരുണ്യത്തിന്റെ കവാടം നമുക്ക് തുറന്നു തന്ന, ആ കാരുണ്യത്തിലൂടെ സകല നന്മകളുടെയും കവാടങ്ങൾ നമുക്ക് തുറന്നു തന്ന റഹ്മാനായ റബ്ബിന്റെ നാമത്തിലാ മോനെ നമ്മൾ തുടങ്ങുന്നത്. जिक्र सरकार की है बड़ी बरकतें, जिक्र सरकार की है बड़ी बरकतें, मिल गई राहतें रिफ़तें, गुनाहगार ताबे अमल था, मगर मैं गुनाहगार ताबे अमल था, मगर मुस्तफा ने मुझे जन्नती कर दिया, इस करम का करो शुक्र कैसे अदा। सलातुल्लाह सलामुल्लाह अला रसूलिल्लाह, सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह। जिक्र सरकार की है बड़ी बरकतें, मिल गई राहतें सुमते रिफ़तें, मैं गुनाहगार ताबे अमल था, मगर मैं गुनाहगार ताबे अमल था, मगर मुस्तफा ने मुझे जन्नती कर दिया, इस करम का करो शुक्र कैसे अदा। सलातुल्लाह सलामुल्लाह सल्लल्लाहु अला हबीबिल्लाह, इस करम का करो शुक्र कैसे अदा, 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 जो करम मुझ पे मेरे नबी कर दिया, मैं सजाता हूँ सरकार की महफिले, मुझको हर गम से रब ने बरी कर दिया, इस करम का करो शुक्र कैसे अदा। सलातुल्लाह सलामुल्लाह अला रसूलिल्लाह, सलातुल्लाह
അലാ യാസീൻ ഹബീബില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ ഒരു കാരുണ്യവും നമുക്ക് ലഭിച്ചിട്ടില്ല മോനെ. ആ ഹബീബിലൂടെ അല്ലാതെ ഒരു അനുഗ്രഹവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തിട്ടില്ല മോനെ. ആ മുത്തുനബി തങ്ങൾ കാരണത്താലല്ലാതെ ഒരു പ്രയാസത്തിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹനീയമായ ആയത്തിൽ പറഞ്ഞ റഹ്മത്തിന്റെ ഏറ്റവും വലിയ അംശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കുഞ്ഞുമോനെ വിശുദ്ധമായ ഖുർആനിലെ ഏതൊരായത്ത് നീ എടുത്തു നോക്ക്, ഏതൊരു സൂറത്ത് എടുത്തു നോക്ക്, അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുകയാ. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്താണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഇഖ്റ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിക്ക്. ഇതാരോടുള്ള കൽപ്പനയാ? നമ്മളോട് പറഞ്ഞാണോ അല്ലാഹു? അല്ലാഹു നമ്മോട് പറഞ്ഞതാ. ഈ പറഞ്ഞത് ആരോടാണ്? നബിയെ നിങ്ങൾ വായിക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു നബി തങ്ങളോടാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്തേതാണ്. പല അഭിപ്രായങ്ങളുണ്ട്. ഒരു പറ്റ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ തൗബയിലെ അവസാനത്തെ ആയത്തുകൾ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫും റഹീമുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ ആഘോഷമാക്കുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇതാണ്. അവസാനം ഇറങ്ങിയ ആയത്തിന്റെ അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കല്ലുകളിലും മുള്ളുകളിലും മരങ്ങളിലും തോലുകളിലും ചുവരുകളിലും എല്ലാം എഴുതി വെച്ചിരുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളെല്ലാം ഒറ്റ ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആയത്തുകൾ കൃത്യമായി സൂറത്തുകൾക്ക് ശേഷം അടുത്ത സൂറത്ത്, ആയത്തുകൾക്ക് ശേഷം അടുത്ത സൂറത്ത്, ആയത്ത് അങ്ങനെ കൃത്യമായി അതിന്റെ ക്രമപ്രകാരം ഇങ്ങനെ ക്രോഡീകരിച്ച് അവസാനമായി വിശുദ്ധ ഖുർആനിലേക്ക് ചേർക്കപ്പെട്ടത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന മഹനീയമായ ആയത്തുകൾ. ഖുർആന്റെ തുടക്കവും നബി തങ്ങൾ, അവസാനവും നബി തങ്ങൾ. വല്ലഹാ വല്ലൈലി ഇദാ സജാ ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അലം യജിദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അങ്ങ് യതീമായിരുന്നില്ലയോ നബിയേ? അങ്ങേക്ക് ഞാൻ അഭയം തന്നില്ലേ? അങ്ങ് ദരിദ്രനായിരുന്നില്ലേ? അങ്ങയെ ഞാൻ സമ്പന്നനാക്കിയില്ലേ? അല്ലാഹു മുത്തുനബി തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി തങ്ങളിലേക്കുള്ള സൂചനയാണ്. വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഉതിർന്നു വീണ നക്ഷത്രത്തെ അല്ലാഹു സത്യം ചെയ്യുകയാണ്. ഏത് നക്ഷത്രമാണ് ഇവിടെ ഉതിർന്നു വീണത്? ഹവാ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വീണതിനെ പറയാം. ഈ ഭൂമിയിലേക്ക് ഉതിർന്നു വീണ നക്ഷത്രം ഏതാണ്? ഹൃദയത്തിൽ നിന്നും സ്വർഗത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, വാനലോകത്ത് നിന്ന് ആയിരക്കണക്കിന് കോടാനകോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അരികിൽ പ്രകാശമായിരുന്ന ആ പൊൻതാരകമാണ് ആമിന ബീവിയുടെ പൊന്നോമനയായി അബ്ദുല്ലാഹ് എന്നവരുടെ മാനസപുത്രനായി ഈ ഭൂമിയിലേക്ക് ഉയർന്നു വീണ നക്ഷത്രം അതാണ്. അനക്കലഹ വർഷം 50 റബീഉൽ അവ്വൽ 12 പുലർച്ചയിൽ ഒരിക്കൽ മദീനത്ത് ഒരു ജൂതനായ പണ്ഡിതൻ മദീനയിലെ ഒരു ഉയർന്ന സ്ഥലത്ത് കയറുന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ മഅ്ശറൽ യഹൂദ്, അല്ലയോ ജൂതന്മാരെ ഒന്ന് കടന്നു വരൂ. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, അഹ്മദ് എന്ന നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു. ആ നൂറുകണക്കിന് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മൾ കത്തുകൊണ്ടിരിക്കുന്ന അഹ്മദി എന്ന നക്ഷത്രം ഇതാ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ എവിടെയോ മനുഷ്യകുലത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ഉമ്മയുടെ മകനായി ആ പ്രവാചകൻ ഇതാ ജനിച്ചിരിക്കുന്നു. ആ നക്ഷത്രം അവിടെ ഉദിച്ചുയർന്നിരിക്കുന്നു എന്ന് അങ്ങ് മദീനയിൽ ജൂതനായ പണ്ഡിതൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുത്തത് ഹബീബായ മുത്തുനബി തങ്ങൾ എന്ന വെൺതാരകത്തെ കുറിച്ചാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ സൂര്യനെ പരിചയപ്പെടുത്തിയത് സിറാജ് എന്ന പദം കൊണ്ടാണ്. വജഅൽനാ സിറാജൻ വഹാജാ تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا.
ചന്ദ്രനെ പരിചയപ്പെടുത്തിയത് വിശേഷിപ്പിച്ചത് മുനീർ എന്ന പദം കൊണ്ടാണ്. മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ചത് സിറാജം മുനീറ എന്ന പദം കൊണ്ടാണ്. സിറാജ് സൂര്യനാണ്, മുനീർ ചന്ദ്രനാണ്. സിറാജും മുനീർ സൂര്യ ചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളുടെ സകല പ്രകാശത്തിന്റെയും ഉറവിടമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സൂര്യനും നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചന്ദ്രനും നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ബാക്കിയുണ്ടല്ലോ. സൂര്യനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ. സൂര്യനേക്കാൾ കോടിക്കണക്കിന് വർഷമായുസുള്ള നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ. ആ നക്ഷത്രവും മുത്തുനബി തങ്ങൾ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചവയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വൻ നജ്മി ഇദാ ഹവാ. ആ നക്ഷത്രം, ആ താരകം മുത്തുനബി തങ്ങളാണ്. വസ്സമാഇ വത്താരിഖ്, ആകാശത്തെ സത്യം ചെയ്യുകയാണ്. താരിഖ് എന്ന നക്ഷത്രത്തെ അല്ലാഹു സത്യം ചെയ്യുകയാണ്. വമാ അദ്റാക മത്താരിഖ്, നബിയേ ആ താരിഖ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അങ്ങേക്കറിയുമോ? അതങ്ങു തന്നെയാണ് യാ റസൂലല്ലാഹ് അന്നജ്മു സാഖിബ്, തുളഞ്ഞു കയറുന്ന പ്രകാശവുമായി ഹറാമിന്റെ കോട്ട കെട്ടിയ കൽബകങ്ങളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചവുമായി ഉദിച്ചുയർന്ന നക്ഷത്രം അതങ്ങു തന്നെയാണ് യാ റസൂലല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ് എത്ര സമയങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു 2 സ്ഥലത്ത് പറയാണ് അത്തീഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ ആദ്യം അല്ലാഹുവിനെ അനുസരിക്കുക, പിന്നെ റസൂലിനെ അനുസരിക്കുക. അങ്ങനെയല്ല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ഒരുപോലെയായിട്ടാണ് അല്ലാഹു പറയുന്നത്, അനുസരിക്കുക. ആൽ ഇംറാൻ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു എങ്ങനെ പറഞ്ഞത്? മയ്യതഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാല് നിങ്ങൾക്ക് അള്ളാനെ റസൂലിനെ 2 ആളുകളെ അനുസരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരാൾ അനുസരിച്ചാൽ മതി. ആ ഒരാൾ ഞാനല്ല, എന്റെ പ്രവാചകനാണ്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഈ പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിച്ചവരായി തീർന്നിരിക്കുന്നു. ഇത്രമേൽ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മറ്റൊരു പടപ്പ് ലോകത്ത് വേറെ ആരുണ്ട്? എല്ലായിടങ്ങളിലും അല്ലാഹു റഊഫാണെങ്കിൽ മുത്തുനബി തങ്ങൾ റഊഫാണ്. അല്ലാഹു റഹീമാണെങ്കിൽ മുത്തുനബി തങ്ങൾ റഹീമാണ്. അല്ലാഹു മുത്ലഖായ റഊഫ്, മുത്തുനബി തങ്ങൾ അവന്റെ പടപ്പുകൾക്കിടയിൽ റഊഫ്. അല്ലാഹു മുത്ലഖായ റഹീമാണെങ്കിൽ മുത്തുനബി തങ്ങൾ അവന്റെ സൃഷ്ടികൾക്കിടയിൽ റഹീം. അല്ലാഹു മുത്ലഖായ അവ്വലാണെങ്കിൽ മുത്തുനബി തങ്ങൾ അവന്റെ സൃഷ്ടികൾക്കിടയിലെ അവ്വല. അല്ലാഹു മുത്ലഖൻ ആഖിറാണെങ്കിൽ മുത്തുനബി തങ്ങൾ അവിടുത്തെ പടപ്പുകൾക്കിടയിലെ ആഖിറ. അല്ലാഹു മുത്ലഖൻ ലാഹിറാണെങ്കിൽ മുത്തുനബി തങ്ങൾ അവന്റെ പടപ്പുകൾക്കിടയിലെ ലാഹിറ. അല്ലാഹു മുത്ലഖൻ ബാത്തിനാണെങ്കിൽ മുത്തുനബി തങ്ങൾ അവന്റെ പടപ്പുകൾക്കിടയിലെ ബാത്തിന. അല്ലാഹു മുത്ലഖൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ലോകത്തെ സകല വിജ്ഞാനങ്ങളുടെയും ഉറവിടം അല്ലാഹു ഏതൊരു മഹാത്മാവിന്റെ ഖൽബിലേക്കാണോ ഒരുക്കി കൊടുത്തത്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വഅതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ മുഴുവൻ സൂചനയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, ഏറ്റവും മഹാനായ സമുന്നതനായ മഹോന്നതനായ അല്ലാഹുവിന്റെ മഹത്ശക്തിയെ വാഴ്ത്തൂ. ഈ കൽപ്പന ആരോടാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഇദാ സകല മനുഷ്യരെയും ഭയം വന്നു മൂടുന്ന ഖിയാമത്ത് നാളിന്റെ വർത്തമാനം അങ്ങേക്ക് വന്നോ നബിയേ. മുത്തുനബി തങ്ങളോട് അല്ലാഹു സംസാരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലം നശ്റഹ് ലക സദ്റക, ഹബീബേ അങ്ങയുടെ നെഞ്ച് ഞാൻ വിശാലമാക്കി തന്നില്ലയോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ശത്രുവിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ,
ഏതക്രമിക്കും മാപ്പ് കൊടുക്കാൻ കഴിയുന്ന തരത്തില്, അബൂജഹൽ പോലും നന്നാവണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അങ്ങയുടെ കൽബിനെ ഞാൻ, അങ്ങയുടെ നെഞ്ച് ഞാൻ വിശാലമാക്കി തന്നില്ലയോ യാ റസൂലല്ലാഹ്? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉന്നതങ്ങളിലേക്ക് ഞാൻ ഉയർത്തി തന്നില്ലയോ യാ റസൂലല്ലാഹ്? തീർന്നില്ല. സൂറത്തു തകാസുർ, ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ടല്ലോ, വളരെ 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 ഗൗരവമായ ഒരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ആയത്ത് എന്താണ് അതിൽ അല്ലാഹു പറയുന്നത്? പടച്ചവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് നാളെ നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഭയം നൽകുന്ന ആയത്തെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്തെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ ആയത്തിന് അനവധി നിരവധി വിശദീകരണങ്ങളുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ആ കൂട്ടത്തില് മഹാനായ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു തഫ്സീർ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ നിഅമത്ത് ഏതാണ്? നിങ്ങളോട് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ചോദിക്കുന്നു പറഞ്ഞാൽ നിഅമത്ത് ഏതാണെന്ന് അറിയോ? അൻനിഅമത്തുൽ കുബ്റാ. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് അൽ വാസിതത്തുൽ കുബ്റാ ബൈനല്ലാഹി വ ഖൽഖി. പടച്ചവന്റെയും പടപ്പുകളുടെയും ഇടയിൽ വാതിലായി അല്ലാഹു തുറന്നു വെച്ച കവാടം. പടച്ചവനിലേക്ക് പടപ്പുകൾക്ക് എത്തിച്ചേരാൻ ഒരേ ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മോട് നാളെ മുത്ത് നബി തങ്ങളെ കുറിച്ച് ചോദിക്കും, ഇതാ ഈ ഹബീബിനെ നിങ്ങൾക്ക് തന്നില്ലേ, ഇത്രയും വലിയ കാരുണ്യം നിങ്ങൾക്ക് ഞാൻ ചൊരിഞ്ഞു തന്നില്ലേ, എന്നിട്ടെന്തേ ഈ ഹബീബിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോയത്? ആ മുത്ത് നബി തങ്ങളോടുള്ള മഹബത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാഗം നീക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്, ആ ശഫാഅത്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയത് എന്ന് രാജാതിരാജനായ റബ്ബ് നമ്മോട് ചോദിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പേടിയോടുകൂടി ചിന്തിക്കുന്ന കാര്യമാണ്, മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടിയില്ല എങ്കിൽ അതിനേക്കാൾ വലിയ പരാജയം എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ഏതൊരു പ്രവാചകനും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആ ചെയ്ത ഉടനെ സ്വീകരിക്കും. അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം, ഒരു പ്രാർത്ഥനയ്ക്കുള്ള അവസരം എല്ലാ നബിമാർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സകല അമ്പിയാക്കളും ദുനിയാവിൽ വെച്ച് തന്നെ ആ ദുആ അല്ലാഹുവോട് ചോദിച്ചിട്ടുമുണ്ട്. എല്ലാ അമ്പിയാക്കളും ദുനിയാവിൽ വെച്ച് ആ ദുആ അല്ലാഹുവോട് ദ്വാരന്നിട്ട് ആ അവസരം അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ദ്വാർക്കൂല, അത് ദുനിയാവിൽ വെച്ച് ഞാൻ ഉപയോഗപ്പെടുത്തൂല. എന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി ഞാൻ ആ ദുആ നടത്തൂല. എന്റെ പട്ടിണി തീരാൻ ഞാൻ ആ ദുആ അല്ലാഹുവിനോട് ചോദിക്കൂല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ കൈകൾ നീര് വന്ന് പൊട്ടിയിട്ട് വേദനിച്ചപ്പോൾ ഫാത്തിമ ബീവിയുടെ പ്രയാസം തീർത്തു കൊടുക്കണേ എന്ന് ഈ ദുആയുടെ ഭാഗമായി ഞാൻ അല്ലാഹുവോട് ചോദിക്കൂല. ഇത് ദുനിയാവിൽ വെച്ച് ചെയ്യാനുള്ള ദുആയല്ല. എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ആ ദുആ ഇവിടെ വെച്ച് നടത്തൂല. വഇൻ ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. ഈ ഉമ്മത്തിനെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിലെ ആളുകൾക്ക് ശഫാഅത്തായി ആ ദുആ ഞാൻ അല്ലാഹുവിന്റെ ലോകത്തേക്ക്, ആഖിറ ലോകത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാ, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്ത് ഉമ്മത്തി എന്നോ രത്തോരാണെന്റെ വാരിദി അസ്സലാത്തു. ശബ്ദത്തിൽ ചൊല്ലണേ മദീനയിലേക്ക്, ഈ ശഅബാനിന്റെ രാത്രിയിൽ മദീനയിലേക്ക് ഈ സ്വലാത്തുകൾ കാരുണ്യത്തിന്റെ മാലാഖമാരുടെ ചിറകിലേറി കടന്നു പോകണം. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്ത് ഉമ്മത്തി എന്നോ രത്തോരാണെന്റെ വാരിദി അസ്സലാത്തു. അലൈക യാ റസൂലല്ലാഹ്
നമ്മുടെ സ്റ്റേജിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എത്ര സമയമായ മദീനയുടെ പുണ്യമായ കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ട്, എത്ര കണ്ടാലും മതിവരാത്ത മദീന. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ചിത്രമാണ് മദീന. ഓർമ്മ വെച്ച നാൾ മുതൽ, അതിന്റെ മുമ്പ് മുതൽ തന്നെ പ്രിയപ്പെട്ട ഉമ്മാന്റെ താരാട്ടുപാട്ടിലൂടെ നമ്മൾ പരിചയിച്ച പുണ്യമായ നാമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണിൽ പിറന്ന നേരം പുണ്യർ ഹബീബിൻ നാമം എൻ കാതുകളിൽ പതിഞ്ഞു. പൊന്നുമ്മ താരാട്ടിയുറക്കുമ്പോൾ തിരുനബി സ്തുതിഗീതങ്ങൾ മൊഴിഞ്ഞു. മണ്ണിൽ പിറന്ന നേരം പുണ്യർ ഹബീബിൻ നാമം എൻ കാതുകളിൽ പതിഞ്ഞു. പൊന്നുമ്മ താരാട്ടിയുറക്കുമ്പോൾ തിരുനബി സ്തുതിഗീതങ്ങൾ പതിഞ്ഞു. മദ്രസയിലേക്ക് പോകുന്ന കാലത്ത് നമ്മുടെ മാറോടടക്കി പിടിച്ചു നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ നോട്ട് പുസ്തകത്തിന്റെ ചട്ടയിലും നമ്മൾ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ പച്ചക്കുബയുടെ ചിത്രമാണ്. അത്രമേൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന, ഓർമ്മ വെക്കുന്ന കാലം മുതൽ തന്നെ നാം കേട്ടുപരിചയിച്ച ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആദ്യ നിമിഷം ഈ കാതുകളിലൂടെ നമ്മൾ കേട്ട മഹനീയമായ ആ നാമം എങ്ങനെയാ നമുക്ക് മറക്കാൻ കഴിയുക? കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. കണ്ടു കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. മദീന കണ്ട ഏതെങ്കിലും ഒരാൾ ഇനി എനിക്ക് അവിടേക്ക് പോണ്ട, എനിക്ക് കണ്ടു മടുത്തിരിക്കുന്നു എന്നാരെങ്കിലും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? മദീന എന്ന പുണ്യനഗരിയിലേക്ക് കടന്നു ചെന്നാൽ ആ മദീനക്കാർ, മദീന നിവാസികൾ, അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അവർ ഓടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്കാണ്. അവർക്ക് മനസ്സിനെ അലട്ടുന്ന വല്ല ദുഃഖവും ഉണ്ടെങ്കിൽ അവർ ഓടി വരുന്നത് പരിശുദ്ധമായ പച്ചക്കുബയുടെ ചാരേക്കാണ്. അത് ഹബീബിന്റെ ജീവിതകാലത്ത് മാത്രമല്ല, അവിടെ നിന്ന് ലോകത്ത് നിന്ന് മൺമറഞ്ഞ 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മദീനയുടെ സ്ഥിതി അത് തന്നെയാണ്. മദീനത്ത് ജോലി ചെയ്യുന്ന മദീനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ കോൾ വന്നാൽ, താങ്ങാൻ കഴിയാത്ത വല്ല ദുഃഖത്തിന്റെ വാർത്തകളും കേട്ടാൽ ഓടിച്ചെല്ലുന്നത് ആ മഹനീയമായ മദീനയിലെ പച്ചക്കുബയുടെ ചാരയാ. അവിടെ ചെന്നിരുന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനസ്സു നിറയോടെ മുത്തുനബി തങ്ങളോട് സലാം പറഞ്ഞാൽ, ആ ഹബീബിന്റെ അദൃശ്യമായ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചാൽ തീരാത്ത ദുഃഖങ്ങളുണ്ടോ? ഉരുകിപ്പോവാത്ത പ്രയാസങ്ങളുണ്ടോ? അവിടെ സ്വീകരിക്കപ്പെടാത്ത നേട്ടങ്ങളുണ്ടോ? അവിടെ പൊറുക്കപ്പെടാത്ത തെറ്റുകളുണ്ടോ? അവിടെ സ്വീകരിക്കപ്പെടാത്ത ദുആകളുണ്ടോ? അല്ലാഹുവേ, ഈ മഹനീയമായ ഹദറത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ആ പരിശുദ്ധമായ പുണ്യഭൂമി കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തവണ ആ പുണ്യഭൂമി കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനുളങ്ങുമാ? ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമല്ലേ? തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂവാലക്ക് ചൊല്ലാമോ മെല്ലെ? ഇന്നലത്തെ രാത്രിയിലെ മഹനീയമായ മജ്‌ലിസിൽ വന്ന് പ്രഭാഷണം നടത്തി ദുആക്ക് നേതൃത്വം ചെയ്ത് നമ്മിൽ നിന്ന് കടന്നുപോയ ബഹുമാനപ്പെട്ട നൗഷാദ് വാഖവി ഉസ്താദ് അവர்கள் എഴുതിയ വരികളാണിത്. പക്ഷേ ഞാൻ പറയുന്നു, ഇത് ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞത് ഒരിക്കലും അദ്ദേഹമല്ല. മഹാനായ ഉത്ബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം. പരിശുദ്ധമായ മദീനത്തെ റൗള ശരീഫിന്റെ അരികിൽ
അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു അറാബിയായ മനുഷ്യൻ മദീനത്തെ മഹനീയമായ റൗദയിലേക്ക്, ഹബീബിന്റെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫയിലേക്ക് കടന്നു വരുന്നത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ ഹബീബിന്റെ പരിശുദ്ധമായ വീടാണത്. ആയിഷ ബീവിയുടെ വീടാണത്. ആ വീട്ടിലാണ് അന്ത്യനാൾ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്നത്. ആ മഹനീയമായ ഹുജറത്തു ഷരീഫയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഈ അറാബിയായ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അരികിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്. അദ്ദേഹം പറയാൻ പോണ വാക്യം തന്നെയാണ്, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനിരുളങ്ങുമാ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. അല്ലാഹുവിന്റെ കാരുണ്യമായ തിരുദൂതരെ, ഈ മഹനീയമായ റൗളയിൽ ഞാനൊന്ന് കടന്നു വന്നോട്ടെ, ഈ പരിശുദ്ധമായ ഖബർ ഷരീഫ് ഞാൻ എന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ടോട്ടെ, ഈ ചുണ്ടുകളെ കൊണ്ട് ഈ മണ്ണിലൊന്ന് ഞാൻ മുത്തം കൊടുത്തോട്ടെ, ഈ ഹറാമുകൾ പറഞ്ഞ ചുണ്ടുകളെ കൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് നെഞ്ചുപൊട്ടി ഞാനൊന്ന് വിളിച്ചോട്ടെ നബിയേ. എന്നിട്ടെങ്കിലും എന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നാലോ, എനിക്ക് തൗബയുണ്ടോ യാ റസൂലല്ലാഹ്. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ നിന്ന് തൗബയുമായി അങ്ങയുടെ കാലിനടിയിൽ ഞാൻ വന്നിരിക്കുന്നു നബിയേ. ഇതൊരു അറാബിയായ മനുഷ്യൻ, മുത്തുനബി തങ്ങളെ അടുത്തറിഞ്ഞ ഒരു മനുഷ്യൻ അന്ന് മദീനത്തെ മഹനീയമായ ഖബർ ഷരീഫിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള പരാതി അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു നബിയേ. എന്റെ തെറ്റല്ല പുറത്തു തരൂ യാ റസൂലല്ലാഹ്, എനിക്ക് അല്ലാഹു തൗബ തരുമോ നബിയേ. മുത്തുനബി തങ്ങളോട് ചോദിക്കുകയാണ്. എന്നിട്ട് ആ അറാബിയായ മഹാനായ മനുഷ്യൻ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ ഞാൻ എങ്ങനെയാണ് ഈ തെറ്റിന്റെ മാറാപ്പുമായി അങ്ങയുടെ അരികിൽ വരാതിരിക്കുക? ഈ പാപങ്ങളുടെ ഈ വലിയ മാണ്ഡവമായി ഞാൻ എങ്ങനെയാ മദീനത്തേക്ക് വരാതിരിക്കുക? എന്നോട് അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലേ? എന്നോട് അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലേ? വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്. തെറ്റു ചെയ്തവരെ, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവരെ, നമ്മുടെ ലൈറ്റുകളും എല്ലാം ഓഫാക്കുകയാണ്. ആ ഇരുട്ട്, പുറത്തുള്ള ഇരുട്ട് നമ്മൾ കെടുത്തി കളഞ്ഞ് നമ്മുടെ കൽബിന്റെ വെളിച്ചം നമ്മൾ കൊളുത്തി വെക്കുകയാണ്. നമ്മുടെ കൽബിൽ നിന്നൊരു പ്രകാശം ഇനി വേണം. ഇനി പുറത്തുള്ള പ്രകാശം ഉണ്ടാവില്ല. എല്ലാ ചിന്തകളും നമ്മൾ മറന്നുകളയാ. ഈ സദസ്സിലെ ലൈറ്റുകളിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പശ്ചാത്തലത്തിലുള്ള മദീന ഇങ്ങനെ തിളങ്ങി, ആ ചിത്രം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തിളങ്ങി നിൽക്കും. ആ കണ്ണിൽ മദീന നിറഞ്ഞു നിൽക്കും. അപ്പൊ കൽബിലേക്ക് മദീനയുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചവൻ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് തന്നെ മദീനയെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് നിന്റെ ഹബീബായ മുത്തുനബി